സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും. ഈ കേരള സംസ്ഥാനം രൂപീകൃതമായതിന് ശേഷം നല്ല തൻ്റോടുള്ള സാമർഥ്യമുള്ള, ഏത് സമയത്തും പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന നല്ല കാര്യബോധമുള്ള ഒരു മുഖ്യമന്ത്രിനെ നമ്മൾ ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവം നമുക്ക് തന്നിരിക്കുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഘട്ടത്തിലാണ് ഈ മന്ത്രിസഭ, VD സതീശൻ സാർ ഏറെപ്പുള്ള മന്ത്രിസഭ അധികാരത്തിൽ വന്നിട്ടുള്ള പ്രഗത്ഭനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അതുപോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള മന്ത്രിമാരൊക്കെ ഉള്ള ഈ മന്ത്രിസഭ നേരിടുന്നത് വലിയ സാമ്പത്തിക ആഗോള അടിസ്ഥാനത്തിൽ യുദ്ധം, പിണറായി സർക്കാർ കട്ടുമുടിച്ച് VD സതീശൻ സാർ അഭിപ്രായത്തിൽ ഖജനാവിൽ പൂച്ച പെറ്റിയെടുക്കുന്ന ഒരവസ്ഥയിലാണ് മന്ത്രിസഭ രൂപീകൃതമായിട്ടുള്ളത്. അപ്പോൾ ലോക മുസ്ലിങ്ങൾ ആദരിക്കുന്ന അറഫ ദിനത്തിൽ ഈ 10 ദിവസത്തിൽ ഒരു ഇന്ത്യൻ പൗരൻ, ഈ കേരളത്തിൽ ജനിച്ച ഒരു പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് ഇവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനും നമ്മളെ കേരളത്തിന് ലോകത്തിൻ്റെ നെറുകയിൽ ഒന്നാം സ്ഥാനമാക്കാനുള്ള ചില ഉപദേശങ്ങളാണ് എനിക്ക് തരാനുള്ളത്. ഒന്നാമത്തെ ഉപദേശം, കേരളത്തിലെ 100 കണക്കിന് പുഴകളിലുള്ള മണൽ കോടിക്കണക്കിന് തൊഴിലാളികൾ വെച്ച് കോരിയെടുത്ത് അത് സിമൻറ്റ് ചാക്കാക്കുന്നത് പോലെ സിമൻറ്റ് ചാക്ക് മാതിരി 50 കിലോൻ്റെ ചാക്കാക്കിയിട്ട് അതിൽ ലക്ഷക്കണക്കിന് ഔട്ട്ലെറ്റുകൾ, ഷോപ്പുകൾ കൊടുത്ത് സിമൻറ്റ് വിൽപ്പന ചെയ്യുന്നവർക്ക് വിൽപ്പന ചെയ്യണം. അപ്പോൾ മണൽ കോരുന്ന മേഖലയിൽ കുറേ ആളുകൾക്ക് ജോലി കിട്ടും, അത് കയറ്റിക്കൊണ്ടുവന്ന വണ്ടിക്കാർക്ക് ജോലി കിട്ടും, അതിൻ്റെ കച്ചവടം ചെയ്യുന്നവർക്ക് ജോലി കിട്ടും, അത് അവിടെ നിന്ന് വീണ്ടും സപ്ലൈ ചെയ്യുമ്പോൾ റീസെയിൽ ചെയ്യുമ്പോൾ അങ്ങനെ ജോലി കിട്ടും. അതിലൊക്കെ ഒരു നികുതി ഈടാക്കണം. ആ മണലിൻ്റെ പൈസ സർക്കാരിലേക്ക് എത്തണം. ഇതാണ് ഒരു ഉപദേശം. രണ്ടാമത്തെ ഉപദേശം, കേരളത്തിൽ പിടിച്ചിടുന്ന ഓരോ കേസും പുലിവാലിലും ഒക്കെ പിടിച്ചിടുന്ന വണ്ടികൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ തീർപ്പാക്കിയിട്ട് എന്ത് ചെയ്യണം, കേസിൻ്റെ രൂപത്തിൽ നടന്നോട്ടെ, പക്ഷേ ആ പിടിച്ചിട്ട് അന്ന് മുതൽച്ച് ആ കേസ് തീരുവോളത്തിന് അതിൻ്റെ ഉടമസ്ഥന്മാർക്ക് വാടക കൊടുക്കണം. ആ വാടക നമ്മളെ ഖജനാവിലേക്ക് എത്തണം. വണ്ടി ഒരിക്കലും പോലീസ് സ്റ്റേഷനിൽ കിടന്ന് തുരുമ്പിടിക്കാൻ കാരണമാവരുത്. കാരണം ഈ വണ്ടിൻ്റെ ഉടമസ്ഥന്മാർ എന്തെങ്കിലും ചെറിയ തെറ്റ് ചെയ്തെന്ന് കരുതി അവരുടെ വണ്ടി പോലീസ് സ്റ്റേഷനിൽ അതിൻ്റെ മുറ്റത്ത് കിടന്ന് തുരുമ്പിടിക്കാൻ പാടില്ല. അതൊരു വാടക കരാറിൽ ആ വാടക സർക്കാരിന് കിട്ടണം കേസ് തീരുന്നത് വരെ. അതിൻ്റെ ഉടമസ്ഥന്മാർക്ക് ആ വണ്ടി കൊണ്ടുള്ള ഉപകാരം നടക്കണം. മൂന്നാമത്തെ വിഷയം, ചെക്ക് കൊടുത്താൽ ചെക്ക് മടങ്ങിക്കഴിഞ്ഞാൽ ആ കൊടുത്ത തുകയ്ക്ക് 10% ടാക്സ് ഈടാക്കണം. ഏതുവരെ? ആ ചെക്കിൻ്റെ പൈസ, ആ ചെക്ക് മടക്കിയ ആൾ, ആ ചെക്ക് കൊടുത്ത വ്യക്തിക്ക് ആ കാശ് കിട്ടുമ്പോഴത്തിന് 10% നികുതി, ടാക്സ്, ഫൈന് ഗവൺമെൻറ്റിലേക്ക് എത്തണം. അത് തീർപ്പാക്കാൻ വേണ്ടി വളരെ ഉത്തരവാദിത്വത്തോടെ നമ്മൾ പോലീസിനെയും നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റ് സ്വാധീനങ്ങൾ ഉപയോഗിക്കണം. വോയിസ് നീണ്ടു പോണതുകൊണ്ട് അടുത്ത വോയിസിൽ ഞാൻ കാര്യങ്ങൾ പറയാം. എൻ്റെ നമ്പർ 93 49 10 10 36, സി ഹംസ പകര, മലപ്പുറം ഡിസ്ട്രിക്ട്, കേരള, ഇന്ത്യ, RLM അഥവാ രാഷ്ട്രീയ ലോകമോർച്ച സ്റ്റേറ്റ് വൈസ് പ്രസിഡൻറ്റ്, ശ്രീ കുടുംബം ചെയർമാൻ. ഓക്കെ, അസ്സലാമു അലൈക്കും.